ഹായ് ഹലോ നമ്മുടെ കൂട്ടുകാരെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമുക്കിവിടെ രാവിലെ തൊട്ട് തന്നെ ഒരുമാതിരി ചന്നം പിന്നെ മഴ നടന്നുകൊണ്ടിരിക്കുകയാണേ. നിങ്ങൾക്കൊക്കെ അവിടെ മഴയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ മഴയാണെങ്കിലും എന്താണെങ്കിലും നമുക്ക് ഇത്തിരി പാചകം ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് കുറച്ച് മീനൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി പാചകവും ഇത്തിരി വാചകവും ഒക്കെ ആയിട്ട് നിങ്ങൾ കൂടിയാലോ. നമുക്കിന്ന് കിരിയാൻ മീനാണ് കിട്ടിയേക്കുന്നത്. കിരിയാൻ മാത്രമല്ല കേട്ടോ, കുറേ ഐറ്റം മീനുകൾ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കൂട്ടുന്ന നമ്മുടെ സ്വഭാവം വെച്ചിട്ട് കൂട്ടുന്ന ഈ 2-3 ഐറ്റം മീനുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. തോട്ടുമീനൊന്നും നമ്മൾ മേടിക്കാറുമില്ല, കൂട്ടാറുമില്ല, എടുക്കാറുമില്ല, ഒന്നുമില്ല കേട്ടോ. കടലിൽ നിന്ന് കിട്ടുന്നതാണെങ്കിലും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മീനുകളില്ലേ, ഇതൊക്കെ മാത്രമേ നമ്മൾ മേടിക്കാറുള്ളേ. ഒന്നെങ്കിൽ കിരിയാൻ, ഇല്ലെങ്കിൽ മത്തി, ഇല്ലെങ്കിൽ അയല, ഇല്ലെങ്കിൽ കൊഴുവ, ഇത്രയായിട്ടോ നമ്മൾ മേടിക്കാറുള്ളൂ. നമുക്ക് മത്തിയൊക്കെ ആണെങ്കിലും വളരെ ചുരുക്കം ദിവസങ്ങളിൽ മാത്രമേ മേടിക്കാറുള്ളേ. ബാക്കി ഈ 3 മീനുകളാട്ടോ നമ്മൾ കൂടുതലായിട്ട് മേടിക്കാറുള്ളൂ. തകൃതിയായിട്ട് മഴയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാട്ടോ. നമുക്കിവിടെ നല്ല കാറ്റും തണുപ്പും ഒക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും പെട്ടെന്ന് തന്നെ മീനൊക്കെ വെട്ടിക്കൊണ്ട് നമുക്ക് കയറി പോകണം. അങ്ങനെ മീനൊക്കെ വെട്ടുന്നതിൻ്റെ ഇടയ്ക്കുണ്ടല്ലോടാ, നമ്മുടെ ചെറിയ ചെറിയ ഓർമ്മകൾ എന്തായാലും നമുക്ക് വരുമല്ലോ. അങ്ങനെ ചെറിയൊരു ഓർമ്മ വന്നതാണ്. ഇതുപോലെ നമ്മൾ ആദ്യമായിട്ട് മീനൊക്കെ വെട്ടി ഒന്ന് സ്വന്തമായിട്ട് കറി വെച്ചെടുക്കുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് കേട്ടോ. അന്ന് ഈ പറഞ്ഞതുപോലെ ഞാനും അച്ഛനും മാത്രമേ ഉള്ളൂ കേട്ടോ വീട്ടിൽ. അമ്മയുണ്ട്. അമ്മ നമ്മുടെ ഏറ്റവും ഇളയ അനിയത്തി. അമ്മൂനെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് അമ്മയുടെ വീട്ടിൽ താമസിക്കുക കേട്ടോ. കുറച്ച് ദിവസം അവിടെ നിൽക്കാമെന്ന് വിചാരിച്ച്. കാരണം ഈ ഡെലിവറി ഒക്കെ കഴിയുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടൊക്കെ ഉണ്ടല്ലോ. അതിന് വേണ്ടിയിട്ട് അമ്മയുടെ വീട്ടിലേക്ക് പോയേ. നമ്മൾ താമസിക്കുന്ന വീടും ഇല്ലേ അമ്മയൊക്കെ നിൽക്കുന്ന വീടും ഒക്കെ തമ്മിൽ ഒരു 1 അല്ലെങ്കിൽ 1.5 കിലോമീറ്ററിൻ്റെ വ്യത്യാസമൊക്കെ ഉള്ളൂ കേട്ടോ. നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോയിട്ട് വരാവുന്ന ദൂരത്തിലാട്ടോ. എന്തായാലും ഞാനും അച്ഛനും വീട്ടിലാണ്. വല്യമ്മച്ചിയാണെങ്കിലും ഇത്തിരി പ്രായമുള്ള ആളൊക്കെയാണ് കേട്ടോ. അപ്പം നമുക്ക് ഒന്നാമത് ഞാനും കൂടി അവിടെ പോയി നിന്നാൽ വല്യമ്മച്ചിക്ക് പണികൾ വീണ്ടും കൂടി വരും. കാരണം നമ്മളെ സമയത്തിന് സ്കൂളിൽ വിടണം, ആഹാരമൊക്കെ ഉണ്ടാക്കി തരണം, അതൊക്കെ ഒരു ബുദ്ധിമുട്ടാവും. മാത്രമല്ല കേട്ടോ, വല്യമ്മച്ചിക്ക് അമ്മയുടെ കാര്യം നോക്കണം, കുഞ്ഞിൻ്റെ കാര്യം നോക്കണം. അവിടെ ഉള്ളവരും ഉണ്ട് കേട്ടോ, വല്യച്ഛനുണ്ട്, അമ്മാവന്മാരുണ്ട്. അങ്ങനെ അവർ എല്ലാവരും കാര്യം നോക്കണമല്ലോ. അതുകൊണ്ട് ഞാനും അച്ഛനും വീട്ടിൽ നിന്നോളാന്ന് പറഞ്ഞ് അങ്ങനെ വീട്ടിലാട്ടോ നിന്നുകൊണ്ടിരുന്നത്. എൻ്റെ നേരെ ഇളയ അനിയത്തി അച്ഛൻ്റെ വീട്ടിൽ നിന്നാണ് പഠിക്കുന്നത്. നമ്മുടെ കുടുംബ വീട്ടിലായിട്ടോ നിൽക്കുന്നത്. അങ്ങനെ ഞാനും അച്ഛനും മാത്രമുള്ളൊരു ദിവസം, സ്കൂളൊക്കെ ഉള്ള ദിവസങ്ങളിൽ അച്ഛൻ തന്നെയായിട്ടോ നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്തു തന്ന് ആഹാരമൊക്കെ ഉണ്ടാക്കി തന്ന് നമ്മൾ സ്കൂളിലൊക്കെ വിട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ അവധിയുള്ളൊരു ദിവസം അച്ഛൻ കുറച്ച് മീനൊക്കെ മേടിച്ചുകൊണ്ട് വന്നേ. ഇന്നും എനിക്ക് ഓർമ്മയുണ്ടടാ, അച്ഛൻ ഇന്ന് മേടിച്ചുകൊണ്ട് വന്ന മീൻ മത്തിയാട്ടോ. അപ്പം മത്തിയൊക്കെ മേടിച്ചുകൊണ്ട് വരുന്ന സമയങ്ങളിൽ വറക്കുന്നതിനേക്കാളും ഇല്ലേ കറി വെക്കുന്നതിനേക്കാളൊക്കെ അച്ഛന് കൂടുതലായിട്ട് ഇഷ്ടം അതെടുത്ത് കുറച്ച് പീര വെക്കുന്നതാട്ടോ. അപ്പോൾ പീരയൊക്കെ നമ്മൾ അമ്മ വെച്ചതൊന്ന് കൂട്ടിയിട്ടുണ്ടെന്നുള്ളതല്ലാതെ നമുക്കിത് എങ്ങനെയാണ് വെക്കുന്നതെന്നോ എന്തൊക്കെ ചേരുവകൾ ചേർക്കണമെന്നോ ഒന്നും അറിയില്ല കേട്ടോ. അങ്ങനെ മെഴുക്കുപുരട്ടിയൊക്കെ വെക്കുമായിരുന്നു കേട്ടോ നന്നായിട്ട്. മെഴുക്കുപുരട്ടി എൻ്റെ ഒരു വീക്ക്നെസ് വരുന്നേ. മെഴുക്കുപുരട്ടി വീക്ക്നെസ് ആരാ ഉള്ളതല്ലേ? എല്ലാവർക്കും തന്നെ മെഴുക്കുപുരട്ടിയൊക്കെ ഇഷ്ടമായിരിക്കുമല്ലേ. അപ്പോൾ അങ്ങനെ മെഴുക്കുപുരട്ടിയൊക്കെ വയ്ക്കും. മീൻ അങ്ങനെ നോൺ വെജ് ഐറ്റംസ് ഒന്നും നമ്മൾ പരീക്ഷിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അച്ഛൻ മീനൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അച്ഛൻ തന്നെ കറി വെച്ചോളാന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ മേടിച്ചുകൊണ്ട് വന്നത്. എന്തായാലും മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും അച്ഛൻ അത്യാവശ്യമായിട്ടൊന്ന് പുറത്തേക്ക് പോകേണ്ട വന്നു കേട്ടോ. അപ്പം അച്ഛൻ എന്നോട് പറഞ്ഞു, ഞാൻ വന്നിട്ട് മീനൊക്കെ കറി വെച്ചോളാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ വെക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് ചോദിച്ചു, അറിയാവോ വെക്കാൻ, കൊച്ചിന് വെക്കാൻ അറിയാവോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കൊന്ന് പറഞ്ഞു തന്നാൽ മതി, എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്നൊന്ന് പറഞ്ഞു തന്നാൽ മതി, ഞാനൊന്ന് ശ്രമിച്ച് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ എനിക്ക് അതിനകത്ത് ചേർക്കേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു കേട്ടോ. അങ്ങനെ പറഞ്ഞു തന്നിട്ട് നമ്മളതെല്ലാം ഒന്ന് പയറ്റി നോക്കി, എന്ന് ശ്രമിച്ച് എന്തായാലും പീരക്കറിയൊക്കെ വെച്ച് കേട്ടോ. അന്ന് ഗ്യാസിലൊന്നുമല്ല ചെയ്യുന്നത്, അടുപ്പയിൽ തന്നെയാണ് കേട്ടോ. അടുപ്പയിൽ ചട്ടിയൊക്കെ വെച്ച് എന്തായാലും അങ്ങനെ നമ്മൾ കറിയൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചേ. പക്ഷേ ഇന്ന് നമ്മൾ മീൻകറിയൊക്കെ വെച്ച് കൂട്ടുന്ന ആളായതുകൊണ്ട്, ഇച്ചിരിയും കൂടെ അറിവായതുകൊണ്ടും ഇപ്പം എനിക്ക് മനസ്സിലാകുന്നുണ്ട് കേട്ടോ. ഇന്ന് ധൈര്യപൂർവ്വം എനിക്ക് പറയാം, അന്നത്തെ മീൻകറി നല്ല അസലായിട്ടങ്ങ് കുളവായിട്ടുണ്ടായിരുന്നേ. എന്തായാലും നമ്മൾ അച്ഛനൊക്കെ വന്നിരുന്ന് കഴിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ അച്ഛൻ പറഞ്ഞു, നന്നായിട്ടുണ്ടല്ലോ, കുഴപ്പമൊന്നുമില്ല, ഇത്തിരിയും കൂടി ഒന്ന് റെഡിയാക്കാനുണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. എന്നെ വിഷമിപ്പിക്കേണ്ടെന്ന് ഓർത്തുകൊണ്ടായിരിക്കും അച്ഛൻ അന്ന് അങ്ങനെ പറഞ്ഞത്. എന്തായാലും ഇത്രയും ചെറുതല്ല, ഇത്രയൊക്കെ ചെയ്തല്ലോ എന്നൊക്കെ എന്നോട് പറഞ്ഞു. ഇത്തിരിയും കൂടെ നന്നാക്കാനുണ്ട്, അത് ചേരുവൊക്കെ ചേരുന്നതിൻ്റെ കുറച്ച് കുറവൊക്കെ വന്നതുകൊണ്ടാണ്, അതൊക്കെ അടുത്ത പ്രാവശ്യമൊക്കെ ആകുമ്പോഴത്തേനും റെഡിയാക്കി പൊക്കോളും എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ
എനിക്ക് സമാധാനമായി. അങ്ങനെ പിന്നീട് എനിക്ക് പാചകമൊക്കെ ചെയ്യുന്ന കാര്യം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തുടങ്ങി കേട്ടോ തോന്നി. പാചകമൊക്കെ അത്യാവശ്യം ചെറിയതൊക്കെ ആയിട്ട് ചെയ്യുമായിരുന്നു. പിന്നെ അമ്മയുള്ളപ്പോൾ അമ്മ തന്നെ കേട്ടോ ചെയ്യാറ്. അമ്മ മീൻ കറിയൊക്കെ നല്ല അസലായിട്ട് വയ്ക്കുന്ന ആളാണ്. നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അമ്മ വയ്ക്കുന്ന മീൻകറി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ അമ്മ വയ്ക്കുന്നതൊക്കെ കണ്ട് പിന്നെ മനസ്സിലാക്കി പഠിക്കാനൊക്കെ തുടങ്ങി. അമ്മയാണെങ്കിലും ഇന്ന് മീൻകറി വെച്ച് ഇപ്പം ഇന്ന് കൂട്ടാനായിട്ടുള്ളത് മീനെ ശകലം എടുത്ത് കറി വയ്ക്കും. ബാക്കി അങ്ങനെ കറി വെച്ച് ആ ചട്ടിക്കകത്ത് അങ്ങനെ വെച്ചേക്കും കേട്ടോ. അത് തൊടത്തില്ല. നാളെ ആകുമ്പോഴത്തേക്കിനും അത് എടുക്കുള്ളേ. അപ്പം അങ്ങനെ എടുക്കുമ്പോഴേക്കും അതിൻ്റെ ഒരു പ്രത്യേക രുചിയാട്ടോ. കാരണം ഉപ്പും പുളിയും എരിവും ഒക്കെ പാകത്തിന് പിടിച്ച് ഒരു കുറുകിയിരിക്കുന്ന കറിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. നാളെ അത് എടുക്കുമ്പം അതിനൊരു പ്രത്യേക മണമൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മ അങ്ങനെ കേട്ടോ ചെയ്യാറ്. ഇന്നിപ്പം മീൻകറിയൊക്കെ വേണം നമുക്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ ശകലം എടുത്ത് മാറ്റി കറി വെക്കും. അല്ലാതെ കുറച്ചധികം കറി വെക്കുന്ന അങ്ങനെ വെച്ചേക്കും കേട്ടോ. അത് അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് എടുക്കുള്ളേ. അങ്ങനെ എടുക്കുന്ന കറി ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റും കേട്ടോ. അമ്മ വയ്ക്കുന്ന കറിയൊക്കെ നല്ല സൂപ്പർ രുചിയാണ്. പിന്നെ അമ്മ വയ്ക്കുന്നതിൽ എനിക്ക് സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സാമ്പാറും മീൻകറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം സാമ്പാറൊക്കെ ആണെങ്കിലും അമ്മയാണെങ്കിൽ കുറച്ച് കിഴങ്ങ്, കുറച്ച് സവോള, ഇല്ലെങ്കിൽ കുറച്ച് ഉള്ളി ഇതൊക്കെ ഇട്ട് ഒരു ലേശം പരിപ്പും കൂടി ഇട്ടേ വയ്ക്കാറുള്ളൂ കേട്ടോ. വേറെ പച്ചക്കറി ഒന്നും ചേർത്തില്ലെങ്കിലും ആ സാമ്പാർ കൂട്ടി ചോറുണ്ടാകും. നല്ല അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ മീനൊക്കെ ഏകദേശമൊക്കെ വെട്ടി തീരാറായിട്ടുണ്ട് കേട്ടോ. കിരിയാനായതുകൊണ്ട് തന്നെ കുറച്ച് എളുപ്പമുണ്ട് വെട്ടിയെടുക്കാനായിട്ട്. കൊഴുവയൊക്കെ ആണെങ്കിൽ കേട്ടോ ഇത്തിരി പ്രയാസമൊക്കെ വരുന്നത്. കാരണം തലയും വാലും ഒക്കെ കളഞ്ഞ് അകത്തെ ഈ ശകല അഴുക്കൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് കളഞ്ഞ് മാറ്റി വരുമ്പോഴേക്കും ഇച്ചിരി സമയമൊക്കെ ആവും കേട്ടോ. കിരിയാനും അയലയൊക്കെ ആണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട് കേട്ടോ വെട്ടിയെടുക്കാനായിട്ട്. കിരിയാനായതുകൊണ്ട് തന്നെ ചെറുതായിട്ട് തൊലിയൊക്കെ ഒന്ന് പൊളിച്ച് മാറ്റി കളഞ്ഞിട്ടാട്ടോ നമ്മളത് വെട്ടിയെടുക്കുന്നത്. എന്തായാലും എളുപ്പമൊക്കെ ഉണ്ട് കേട്ടോ. പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളേ. അങ്ങനെ നമ്മൾ മീനുമായിട്ടുള്ള യുദ്ധം അങ്ങനെ പെട്ടെന്ന് തന്നെ അവസാനിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും മീനൊക്കെ വെട്ടി എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മീനൊക്കെ വെട്ടിയെടുത്തുകൊണ്ട് വന്ന് കറി വെക്കാനായിട്ടുള്ളത് കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി വെച്ചു. പിന്നെ വറക്കാനായിട്ടുള്ളത് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുത്ത് ഒരു ബോക്സിനകത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇത് ഫ്രിഡ്ജിനകത്ത് കയറ്റി വെക്കും കേട്ടോ. നമ്മൾ ആവശ്യാനുസരണം എടുത്ത് വറക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ വറക്കാനായിട്ടുള്ള മീനൊക്കെ മാറ്റി വെച്ച് കറി വെക്കാനായിട്ട് നമ്മളൊരു ചട്ടിയൊക്കെ അടുപ്പിൽ വെച്ച് കേട്ടോ. എണ്ണയൊക്കെ ഒഴിച്ച് ചൂടായി കഴിയുമ്പം കടുക് ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഉലുവ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് കീറിയത്, കുറച്ച് കറിവേപ്പില നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. ഉലുവ മെയിനായിട്ട് വേണ്ടുന്ന ഒരു കാര്യമായിട്ടോടെ മറന്നു പോയേക്കല്ലേ. മീൻകറിക്ക് ഉലുവയോ ഉലുവാപ്പൊടിയോ ചേർക്കണേ. പിന്നെ നമ്മളിത് നന്നായിട്ട് മൂപ്പിക്കുമ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കണം. നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും പുളിയൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ അരപ്പ് വെള്ളം നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ മീനിൻ്റെ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് പെരക്കിയിട്ട് കൊടുക്കണേ. അങ്ങനെ അതൊന്ന് കുറച്ച് നേരം ഒന്ന് തിളച്ച് അവിടെ കിടന്ന് വേകട്ടെ കേട്ടോ. ഒത്തിരി നേരമൊന്നും വേണ്ട. ഇത്തിരി നേരത്തിനുള്ളിൽ തന്നെ നമ്മുടെ മീൻകറിയൊക്കെ സെറ്റായിക്കോളുവേ. അങ്ങനെ നമ്മുടെ ആവശ്യാനുസരണം വെള്ളമൊക്കെ ഒന്ന് വറ്റി കുറുകി വരുമ്പോൾ നമുക്ക് മീൻകറി വാങ്ങി വെക്കാം കേട്ടോ. ഇത്രയൊക്കെ ഉള്ളൂ മീൻകറി വെക്കാനായിട്ട്. നല്ല സിമ്പിളായിട്ട് വയ്ക്കാവുന്നേ ഉള്ളേ. ഒറ്റ തവണ വെച്ചിട്ട് ഫ്ലോപ്പായി പോയെന്ന് പറഞ്ഞ് പിന്നെ വെക്കാതിരിക്കേണ്ട കേട്ടോ. അടുത്ത തവണ വെക്കുമ്പോൾ ശരിയായിക്കോളും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവില്ലല്ലോ. അപ്പോൾ ടാറ്റാ ബൈ, സീ.